ഇന്നലെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോഴേ വിചാരിച്ചതാണ് ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന്. അതേപോലെയല്ല, ഒരു കുഞ്ഞ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക, ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ 3 സൈഡ് ക്ലോസ് ചെയ്യുക. ഈ ഒരു ഓപ്പണിംഗ് പോർഷനിലൂടെ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ 2 ഹേർട്സ് ആണ്. ഈ ഹേർട്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പൗച്ചിനെ കാട്ടി വലുതായിരിക്കണം ഹേർട്ട്, അതായത് ഇത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ 2 എണ്ണം വേണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു ഹേർട്ടും കൂടെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം, ഇങ്ങനെ ഹേർട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ചെറിയ ഹേർട്ട് വരയ്ക്കാനായിട്ട് നോക്കുക. ഞാൻ വലുതായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാനത് മാറ്റി ചെറുതാക്കിയതാണ്. ചെറിയ ഹേർട്ട് കട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഈ ഒരു തെർമോക്കോൾ പൗച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എക്സ്ട്രാ സെല്ലോ ടേപ്പ് നിൽക്കുന്നതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഹേർട്ടും കൂടെ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഫെവിക്കോളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ പാർട്ട് കഴിഞ്ഞു. ഇനിയൊരു ഓപ്ഷണൽ പാർട്ട് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കീ ചെയിനിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഹോൾ ഇട്ടിട്ട് കീ ചെയിൻ അറ്റാച്ച് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഇന്നലെ ഉണ്ടാക്കിയതിനേക്കാൾ എനിക്കിത് ഇഷ്ടമായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.